നമസ്കാരം. നമ്മുടെ ജമന്തിപ്പൂക്കൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കവരുന്ന പൂവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് റോസാണല്ലേ. റോസ് വളർത്താൻ വളരെ എളുപ്പമാണ്. നല്ല പൂക്കൾ ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളും അതിൻ്റെ പോട്ടി മിക്സും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് പറഞ്ഞുതരാം കേട്ടോ. റോസിൽ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. ഹൈബ്രിഡ് റോസ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വള്ളിയായിട്ട് പോകുന്ന റോസസ്, കുറേ കുഞ്ഞു പൂക്കളുള്ള റോസസ്, വലിയ റോസ്, ചെറിയ റോസ്, ഡബിൾ ഷെയ്ഡ് റോസ്, അങ്ങനെ റോസിൽ ഒരുപാട് ഇനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ റോസ് നടുകയാണെങ്കിൽ ആദ്യം നമ്മൾ ആ പോട്ട് വെക്കാനുള്ള ഒരു നല്ല സ്ഥലം തിരഞ്ഞെടുക്കണം. അത് നല്ല വെയിലുള്ളൊരു സ്ഥലം. റോസിൽ നിറയെ പൂക്കളും ലീവ്സ് നല്ല ഭംഗിയിൽ ഷൈനിങ്ങിൽ ഇരിക്കണമെങ്കിലും വെയിൽ അത്യാവശ്യമാണ്. സാധാരണ നമ്മുടെ എല്ലാ ലീഫ് പ്ലാന്റ്സിനും ഒട്ടും വെയിൽ പാടില്ല. പക്ഷേ റോസിന് അങ്ങനെയല്ല. നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ റോസ് വെച്ചാൽ മാത്രമാണ് നിറയെ പൂക്കളുണ്ടാവുകയും പ്ലാന്റ് നല്ല സ്ട്രോങ് ആയിരിക്കുകയും ചെയ്യുക. അപ്പോൾ നല്ലൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. പിന്നെ മഴക്കാലം ചൂട് തണുപ്പ് പ്രശ്നമാണ്. മഴക്കാലത്ത് നമ്മളൊരു ഷെയ്ഡിലേക്ക് റോസ് എടുത്ത് വെക്കണം. മഴക്കാലത്ത് പൂക്കളൊക്കെ ചെറിയ രീതിയിലേ ഉണ്ടാവുള്ളൂ. വെയിലുള്ള കാലത്തിൻ്റെ അത്ര തന്നെ ഉണ്ടാവില്ല. നമ്മൾ പോട്ടിൽ വളർത്തണോ മണ്ണിൽ വളർത്തണോ നോക്കുക. എന്നിട്ട് നല്ലൊരു സ്ഥലം എടുക്കുക വേണ്ടേ. പോട്ടിൽ വളർത്തുകയാണെങ്കിൽ നമുക്ക് ഓരോ സീസണിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുക. ആ സ്ഥലത്ത് ഇങ്ങനെ നീണ്ടു പോകുന്ന ക്ലൈംബേഴ്സായിട്ട് പോകുന്ന റോസ് നമ്മൾ മണ്ണിൽ വളർത്തിയാലും നല്ല രീതിയിൽ വളർന്ന് കാണാറുണ്ട്. പക്ഷേ എന്നാലും അതും നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുത്താലാണ് കേട്ടോ നല്ല രീതിയിൽ പൂക്കളുണ്ടാവുക. ഒരു പോട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 12-16 ഇഞ്ച് ഡെപ്തുള്ളൊരു പോട്ടാണ് റോസ് വളർത്താൻ ഏറ്റവും നല്ലത്. പിന്നെ ഡ്രൈനേജ് ഹോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് പോട്ടും സെറാമിക് പോട്ടും മണ്ണിൻ്റെ പോട്ടിലും ഒക്കെ നമുക്ക് റോസ് വളർത്താം. എന്നാലും അതിൻ്റെ ഡ്രൈനേജ് ഹോൾ കറക്റ്റായിട്ട് വെള്ളം പുറത്തേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പോട്ട് വാങ്ങിക്കുമ്പോൾ അത് ഡ്രൈനേജ് ഹോളൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു കത്തിയൊക്കെ ചൂടാക്കി ജസ്റ്റ് ഒന്ന് അത് ഹോളൊക്കെ ആക്കി വെച്ചിട്ട് നല്ല രീതിയിലുള്ള ഹോളാക്കി വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ റോസിൻ്റെ വേര് ചീഞ്ഞ് പോകാനൊരു സാധ്യതയുണ്ട്. ഇനി ഞാൻ റോസിന് ഏറ്റവും നല്ലൊരു പോട്ടി മിക്സ് പറഞ്ഞുതരാം. ഞാൻ എടുക്കുന്ന ഒരു പോട്ടി മിക്സ് 2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ഇടുന്ന ഒരു പോട്ടി മിക്സാണ്. അതുകൊണ്ട് തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. മണ്ണ് നമ്മൾ സാധാരണ മണ്ണ് നമ്മുടെ വീട്ടിലൊക്കെയുള്ള അതേ മണ്ണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മണലിടും. മണലിട്ട് കഴിഞ്ഞാൽ ചെളിയായി പോകത്തില്ല തീരെ. ഈ പോട്ടി മിക്സ് നല്ലൊരു പോട്ടി മിക്സ് ആയിട്ട് എപ്പോഴും ഇരിക്കും. അപ്പം മണ്ണും മണലും എടുക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചകിരിച്ചോറ് ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് ചാണകപ്പൊടിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ എല്ലുപൊടിയും കുറച്ച് ഇട്ട് കൊടുക്കുക. റോസ് നല്ല രീതിയിൽ പൂക്കാൻ എല്ലുപൊടി നല്ലതാണ്. ഇനി എല്ലുപൊടി ഇടാൻ ഇല്ലാത്തവർക്ക് നമ്മുടെ ബനാന പീലില്ലേ, പഴത്തിൻ്റെ തൊലി, അത് നന്നായി ഉണക്കി പൊടിച്ച് വയ്ക്കും. അതേപോലെ തന്നെ മുട്ടത്തോടും. ഈ 2 സംഭവം നമ്മൾ നല്ല രീതിയിൽ ഉണക്കി പൊടിച്ച് വയ്ക്കും. അതാണ് ഞാൻ ഇടുന്നത്. അപ്പം മണ്ണ്, മണൽ, ചാണകപ്പൊടി, പിന്നെ ഈ ബനാന പീലും മുട്ടത്തോടിൻ്റെയും പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒരു പോട്ടി മിക്സ്, റോസിൻ്റെ പോട്ടി മിക്സ്. നല്ല രീതിയിൽ ഒരുമിച്ച് ഒരു 50 പൂക്കളൊക്കെ എനിക്കിവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിലും നിറയെ പൂക്കളുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. പിന്നെ റോസിൻ്റെ വേര് ചെയ്യാതിരിക്കാൻ നമുക്ക് നീം കേക്ക്, വേപ്പിൻ പിണ്ണാക്കും ഉള്ളവർ ഇട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കുറച്ച് വേപ്പിൻ പിണ്ണാക്കും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ റോസ് പോട്ട് ചെയ്യുകയോ റീപോട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ നല്ല രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. ഈ 2 സമയത്താണ് നമ്മൾ ശരിക്കും പ്ലാന്റ്സ് നടേണ്ടത്. റോസ് ഓരോ വർഷത്തിൽ ഓരോ തവണ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ റീപോട്ട് ചെയ്യുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. അപ്പം നല്ലൊരു ഫ്രഷ് സോയിലും പോട്ടി മിക്സും ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് 1.5 വർഷമൊക്കെ വരുമ്പോൾ പോട്ട് മാറ്റി കൊടുക്കാറുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ നമുക്ക് കട്ടിങ്സ് വെച്ച് പ്രൊപ്പഗേഷൻ ചെയ്യാം. ഒരു 6 ഇഞ്ച് ഉള്ള ഒരു സൈസിലുള്ള ഒരു കമ്പ് എടുത്താൽ മതി കട്ടിങ്സ്. അപ്പോൾ പിന്നെ റൂട്ടിംഗ് ഹോർമോണായിട്ട് നമുക്ക് അലോവേര ജെല്ല് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോണും നമുക്ക് യൂസ് ചെയ്യാം. അലോവേരയിലൊക്കെ വെച്ചിട്ട് നമ്മൾ തൈ പിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പം നിങ്ങൾക്ക് റോസിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ജമന്തിപ്പൂക്കൾ റോസ് നടിച്ചാൽ നിറയെ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിടിപ്പിക്കുക കേട്ടോ. റോസിനെ കമ്പ് പിടിപ്പിക്കുക, അലോവേര ഉപയോഗിച്ചാൽ മതി. അത് പെട്ടെന്ന് തന്നെ വേര് പിടിക്കുക കേട്ടോ. പിന്നെ നമുക്ക് റോസിൻ്റെ സൺലൈറ്റ് പറഞ്ഞുതരാം. അത് ഏകദേശം ഒരു 5-6 മണിക്കൂർ മിനിമം അത്രയും സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ പോട്ട് സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ റോസ് നിറയെ പൂക്കൾ ഒരുമിച്ചുണ്ടാവും കേട്ടോ.
പിന്നെ പ്രത്യേകിച്ചും രാവിലത്തെ വെയിൽ അത് നല്ലതാണ് റോസിന്. നല്ല പൂക്കൾക്ക് നല്ല ഡാർക്ക് കളറാവാനും വലിയ പൂക്കളുണ്ടാവാനും ഫെർട്ടിലൈസർ കൊടുക്കണം നമ്മൾ. അത് നമ്മൾ വീക്കിലി ഒരു വട്ടം നമുക്ക് ഹോം മെയ്ഡ് ഫെർട്ടിലൈസറും പുറത്തുനിന്ന് ഫെർട്ടിലൈസറും വാങ്ങിക്കുക. ഹോം മെയ്ഡ് ഫെർട്ടിലൈസറാണ് നമുക്ക് ബനാന പീല്, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കിച്ചൺ വേസ്റ്റൊക്കെ ഇല്ലേ, അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ നമുക്ക് കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് പുളിപ്പിച്ചിട്ട് വേണേൽ കുറച്ച് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒക്കെ ഇട്ടിട്ട് നമുക്കത് പുളിപ്പിക്കാൻ വെക്കുക. അത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾ വേറെ ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പുറത്തുനിന്ന് വാങ്ങിയുന്ന ഒന്ന് കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറാണ്. അത് NPK ആണ്. പെട്ടെന്ന് തന്നെ ഒഴിച്ചിട്ട് ഒരു 5-6 ദിവസം കൊണ്ട് 10-15 പൂക്കൾ ഒരുമിച്ചുണ്ടാവും. അത് NPK ആണ് കേട്ടോ. NPK ഒരു സ്പൂണിന് 1 ലിറ്റർ വെള്ളം, അതാണ് കേട്ടോ അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്. അത്ര അളവിലാണ് അത് മിക്സ് ചെയ്യേണ്ടത്. അല്ലാതെ കുറേ 1 സ്പൂണിന് 1/2 ഗ്ലാസ് വെള്ളത്തിലൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാന്റ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ രാസവളങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ മാക്സിമം എല്ലാ വളങ്ങളും മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഓർഗാനിക് ആകുമ്പോൾ പിന്നെ കുറച്ച് വളം കൂടിയാലൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ നമ്മൾ റോസിന് വെള്ളം അത്യാവശ്യമാണ്. വീക്കിലി ഒരു 2-3 ദിവസമെങ്കിലും പറ്റുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വെള്ളം കൊടുക്കാറുണ്ട്. ഒരു നേരമെങ്കിലും വെള്ളം കൊടുക്കണം. പിന്നെ സമ്മർ സീസണിൽ എന്തായാലും ഇപ്പോൾ ചൂടുകാലത്ത് നമ്മൾ 2 തവണ വെള്ളം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. മഴക്കാലത്ത് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പം വെള്ളം ഒന്ന് നമ്മുടെ സോയിലൊക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ, ഇങ്ങനെ നനവ് ഒട്ടുമില്ലെങ്കിൽ അത്യാവശ്യം നല്ലോണം വെള്ളം കൊടുക്കണം. വെള്ളം അത്യാവശ്യം വേണ്ട ഒരു പ്ലാന്റാണ് റോസ്. ഓർഗാനിക് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നതെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമോ 2 ആഴ്ചയിൽ ഒരു ദിവസമോ കൊടുക്കുക. കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിൽ മാസത്തിലൊരു, NPK ഒക്കെ ആണെങ്കിൽ ഒരു മാസത്തിൽ അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം കൊടുത്താൽ മതി. ഗുഡ് ഫെർട്ടിലൈസർ അല്ല, നിങ്ങൾ അല്ലാത്ത ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ മണ്ണൊന്ന് ഇളക്കിയിട്ട് ചാണകപ്പൊടിയോ, പിന്നെ നല്ല അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ് എല്ലുപൊടി. മണ്ണൊന്ന് ഇളക്കിയിട്ട് കുറച്ച് എല്ലുപൊടിയൊക്കെ മാസത്തിൽ ഒരു തവണ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റോസിന് നല്ല എഫക്റ്റാണ് കേട്ടോ. നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. പിന്നെ നമ്മൾ പ്ലാന്റ്സ് നല്ല രീതിയിൽ വെട്ടിക്കൊടുക്കണം. അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 2 ഇല താഴെയാക്കി നമ്മൾ വെട്ടിക്കൊടുക്കണം. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് റോസ് വെട്ടിക്കൊടുക്കുന്നത് കൂടുതൽ പൂക്കളുണ്ടാവാൻ നല്ലതാണ്. പ്രത്യേകിച്ചും ഡിസംബർ ജനുവരിയിൽ മൊത്തം വെട്ടി ഒന്ന് ഒതുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ആഫിഡ്സ്, മീലി ബഗ്സ്, സ്പൈഡർ പോലത്തുള്ള എന്തായാലും കീടങ്ങളെ ആക്രമണമൊക്കെ റോസിന് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് നീം ഓയിൽ യൂസ് ചെയ്യുക. 10 ml നീം ഓയിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു 25 തുള്ളി ഡിഷ് വാഷും 1 ലിറ്റർ വെള്ളവും മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് കീടങ്ങളെ ആക്രമണം തടയാം. അപ്പോൾ നീം ഓയിൽ, ഇനിയിപ്പോൾ നീം ഓയിൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സോപ്പ് വാട്ടർ ആണെങ്കിലും ഒന്ന് തളിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ബേക്കിംഗ് സോഡ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട്, വെള്ളത്തിൽ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ട് ഒന്ന് തളിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ റോസിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് വെയിൽ ആവശ്യമാണ്. ഓവർ വാട്ടറിങ് ഒഴിവാക്കുക. വെട്ടിക്കൊടുക്കുക, ശരിയായ രീതിയിൽ വെട്ടുക. പിന്നെ എപ്സം സോൾട്ടൊക്കെ മാസത്തിൽ ഒരു തവണ ഇട്ട് കൊടുത്താൽ നല്ല ലീവ്സും നിറയെ പൂക്കളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു വളം റോസിന് അത്യാവശ്യമാണ്. അപ്പം നല്ല രീതിയിൽ വളം ചെയ്യുകയും വെയിൽ കിട്ടുകയും കൃത്യമായി വെള്ളം കൊടുക്കുകയും ചെയ്താൽ റോസ് നിറയെ പൂക്കൾ നിറഞ്ഞ് നമ്മുടെ വീടിനൊരു ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കെയർ ടിപ്സ് എല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സുന്ദരമായ റോസുകൾ ഉറപ്പാണ്. നിങ്ങൾക്ക് റോസ് വളർത്താൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജമന്തി പൂക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. അപ്പോൾ പുതിയൊരു ഗാർഡൻ ടോപ്പിക്കായിട്ട് നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.